മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിലേക്ക് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം കടക്കുന്നത്. ഈ പ്രശ്നത്തിൽ താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കില്ല. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. ഭൂമി വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതേസമയം സർക്കാരിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി അംഗവും മുൻ MLA-യുമായ PV ശ്രീനിജൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഒന്ന് രണ്ട് പോയിന്റുകൾ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നാളെ അഭിഭാഷക കമ്മീഷൻ വരും. കമ്മീഷൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്, പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് മുകളിലാണോ ഒരു മന്ത്രിയുടെ പ്രസ്താവന എന്ന് എനിക്ക് മലയിടംതുരത്തിലെ താമസക്കാരുമായിട്ട് വളരെ ദീർഘനേരം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അവരുടെ വക്കീലൂടെയുണ്ട്. അപ്പോൾ കേസിന്റെ നടത്തിപ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഗവൺമെന്റ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള, ഈ വിഷയത്തിൽ ഗവൺമെന്റിന് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ മലയിടംതുരത്തിലെ വിഷയം ഇന്നിപ്പോൾ എന്തായാലും ഒഴിപ്പിക്കൽ ഉണ്ടാവില്ല എന്ന് മന്ത്രി പറഞ്ഞതെന്നും വ്യക്തമാണ്. ഇനിയിപ്പോൾ സർക്കാർ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മായ, ഇന്നലെയായിരുന്നു മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ ഇരുകൂട്ടരുമായിട്ട് ചർച്ച നടത്തിയത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചു വരുന്ന വാദിഭാഗവും ഒപ്പം തന്നെ ഇവിടെ കാലങ്ങളായി താമസിച്ചു വരുന്ന 8 കുടുംബങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് റോജി എം ജോണ് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം, അതായത് ഈ പാര്യത്തുകാവ് നിലവിൽ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കും ഒപ്പമാണ് സർക്കാർ എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് റോജി എം ജോണ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടാകുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാകുന്നത്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാം തന്നെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കോടതിയിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കാനായിട്ട് ശ്രമമുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് റോജി എം ജോണ് ഇന്നലെ വ്യക്തമാക്കിയത്. ഇനി അഥവാ വിധി എതിരാണെങ്കിൽ ജനങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ അഭിഭാഷക കമ്മീഷന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യത്തിലാണ്. അത് ഇടപെടാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം റോജി എം ജോൺ തന്നെ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇന്നാണ് ഈ മുനിസിപ്പൽ കോടതി അവസാന ദിവസമായിട്ട്, ഈ കുടിയൊഴിപ്പിക്കലിന് അവസാന ദിവസമായിട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകണം എന്നുകൂടി അഭിഭാഷക കമ്മീഷനോടും ഒപ്പം തന്നെ ഈ ആലുവ റൂറൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കുടിയൊഴിപ്പിക്കലിനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ ആശങ്കയോടുകൂടി തന്നെ കാണുന്നത്. ഈ കുടിയൊഴിപ്പിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയാനായിട്ട് സർക്കാരിന് സാധിക്കില്ല. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആളുകളെ അതിക്രമം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ ബലം പ്രയോഗിച്ചുകൊണ്ടോ അവിടെ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ അഭിഭാഷക കമ്മീഷൻ ഈ മലയിടംതുരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ എത്തിയാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ൻ്റെ നേതൃത്വത്തിലാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അവിടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ മന്ത്രിമാരായ P. രാജീവും R. ബിന്ദു അടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് DYFIയുടെ നേതൃത്വത്തിലാണ്
ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഏതായാലും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. CPM ഈ വിഷയത്തിൽ അതായത് കിരൺ, കിട്ടിയ അവസരം മുതലാക്കുക എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വരുന്ന ഒരു ജനകീയ പ്രശ്നം ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിരുന്ന ഒരു വിഷയവുമാണ്. ഈ ഒരു വിഷയത്തിൽ CPM തങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് വിരുദ്ധമായി തന്നെ ഏതായാലും ഈ സർക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാരിനെ ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് CPM എത്തുന്നത്. ഈ ഒരു ആരോപണം തന്നെയാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത്. കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 14 തവണയാണ് ഈ സ്ഥലത്ത് ഭൂമി ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷക കമ്മീഷൻ എത്തിയത്. ആ സമയത്തും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് പിന്നീട് അഭിഭാഷക കമ്മീഷന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച ബിന്ദു അടക്കം പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 14 തവണ ഈ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കുടിയൊഴിപ്പിക്കപ്പെട്ടില്ല. ജനങ്ങൾ അവിടെ നിന്നും മാറ്റി പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. മാത്രവുമല്ല പോലീസ് പോലും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബിന്ദു പറയുന്നത്. ഏതായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് നേരെ അതിക്രമം നടന്നു. അതെ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മലിടംതുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നാണ് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം.